Welcome to RK's Stories. ബിസിനസ്മാൻ ഭാഗം 6. തിരികെയുള്ള യാത്രയിൽ ഒന്നും മിണ്ടാതിരിക്കാനാണ് തോന്നിയത്. പേരറിയാത്തൊരു അസ്വസ്ഥത മനസ്സിനെ പൊതിഞ്ഞിരിക്കുന്നു. അനാഥാലയത്തിൽ കണ്ട മുഖങ്ങളും അവരുടെ ദുഃഖങ്ങളും മനസ്സിനെ ഉലച്ചിരുന്നു. കണ്ണുകളടച്ച് മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തലയിൽ ഒരു റാഞ്ചൻ. പാറൂട്ടിയെ, മൗനവ്രതത്തിലാണോ? ഇതുപോലൊരെണ്ണം അടുത്തിരുന്നാൽ ചത്തു കിടക്കുന്നവൻ പോലും എഴുന്നേറ്റിരുന്ന് സംസാരിക്കും, ഇല്ലേ വായിൽ കോലിട്ട് കുത്തി സംസാരിപ്പിക്കും. ഈ സ്നേഹാലയവും ഒരു ബിസിനസ് മാത്രമാണെന്ന് ഡോക്ടർ പറഞ്ഞത് വെറുതെയല്ലേ? എന്തേലും ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. പാറൂട്ടിക്ക് എന്ത് തോന്നുന്നു? ആ ചോദ്യത്തിന് മറുപടി പറയാൻ തോന്നിയില്ല. ഡോക്ടർ അത് വെറുതെ പറഞ്ഞതാണെന്ന് വിശ്വസിക്കാനാണ് മനസ്സിന് തിടുക്കമെന്ന് തോന്നി. അക്കുവിനോടും അവിടുത്തെ കുട്ടികളോടും അമ്മമാരോടുമൊക്കെ ഡോക്ടർ കാണിക്കുന്ന സ്നേഹം വെറുതെയാണെന്ന് വിശ്വസിക്കാൻ മനസ്സിനൊരു മടി. ഇനി അതും ബിസിനസിന്റെ ഭാഗം മാത്രമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ സഹിക്കാൻ കഴിയില്ല. ഡോക്ടർക്കും ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ താല്പര്യമില്ലെന്ന് തോന്നി. അതോ ഇനി എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണോ? ഡോക്ടറെ, ഇവരാരും കല്യാണത്തിന് വന്നില്ലായിരുന്നോ? വിഷയം മാറ്റാനാണ് ചോദിച്ചത്. കല്യാണത്തിന് വന്നിരുന്നില്ല, പക്ഷെ റിസപ്ഷന് വന്നിരുന്നു. ബാൽക്കണിയിലെ സീറ്റുകൾ മുഴുവൻ ഇവർക്ക് വേണ്ടി റിസർവ്ഡ് ആയിരുന്നു. സ്റ്റേജിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. പാറൂട്ടി കണ്ടില്ലായിരുന്നല്ലേ? അതെങ്ങനെ? കണ്ണുകൾക്ക് മുന്നിൽ ധനുഷ് മാത്രമല്ലേ ഉള്ളൂ. വേണ്ടായിരുന്നു. തല്ലിക്കൊന്നാലും മിണ്ടാതിരുന്നാ മതിയായിരുന്നു. കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരുമ്പോ ഒരു മൂളിപ്പാട്ട് കേട്ടു. സുമംഗലി നീയോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും. വീട്ടിൽ ചെന്നപ്പോ അമ്മാവനും കുടുംബവും പാലക്കാട്ടേക്ക് തിരികെ പോയിരുന്നു. വാതിൽ തുറന്നത് അനുവാണ്. ആ, വന്നോ രണ്ടും കൂടി? എവിടേക്ക് പോയിരുന്നു? വീട്ടിലും പിന്നെ സ്നേഹാലയത്തിലും പോയിരുന്നു. മറുപടി പറയുന്നതിനിടയിൽ ഡോക്ടർ മുകളിലേക്ക് കയറിപ്പോയി. അക്കുവിനെ കണ്ടോ? അമ്മ ഇടയ്ക്ക് അവനെ ഇവിടെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഒരാളോട് മാത്രം പ്രത്യേകിച്ചൊരു ഇഷ്ടം കാട്ടിയ ബാക്കിയുള്ളവർക്ക് വിഷമാവുമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടാ. ഇല്ലേ അവനെ ഇവിടെ തന്നെ നിർത്തിയാനെ. മഞ്ഞ പാളിയുടെ ഒരറ്റം മാത്രമാണല്ലോ പുറമേക്ക് കാണുന്ന ഈ ഡോക്ടർ. സാരമില്ല, ബാക്കി കൂടി കണ്ടുപിടിക്കാം, സമയമുണ്ടല്ലോ. പടികൾ കയറുമ്പോൾ മനസ്സ് മന്ത്രിച്ചു. അന്ന് രാത്രി കിടക്കാൻ നേരം മേല് കഴുകിയ ശേഷം ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോ ടേബിളിൽ 2 സൂട്ട് കേസുകൾ ഇരിപ്പുണ്ട്. ബാൽക്കണിയിൽ നിന്നും നേരിയ ശബ്ദത്തിൽ പാട്ടിന്റെ മ്യൂസിക്കും കേൾക്കാം. പെട്ടികൾ തുറന്നു നോക്കി. ഒന്നിൽ ഡോക്ടറുടെ ഡ്രസ്സുകളാണ്, മറ്റൊന്നിൽ തന്റെ ഡ്രസ്സുകളും അതോടൊപ്പം അണ്ടർ ഗാർമെന്റ്സും വരെ എടുത്ത് മടക്കി വെച്ചിരിക്കുന്നു. ഈ ഡോക്ടറുടെ ഒരു കാര്യം! നെറ്റിയിൽ തല്ലിക്കൊണ്ടാണ് ബാൽക്കണിയിലേക്ക് ചെന്നത്. ആള് പാട്ടും കേട്ട് കസേരയിൽ ചാരി ഇരിപ്പുണ്ട്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ നുരയിടുന്ന വിസ്കി. വാതിലിൽ മെല്ലെ തട്ടിയതും ആള് കണ്ണുകൾ തുറന്ന് പാട്ടിന്റെ വോളിയം കുറച്ചു. ആഹാ, പാറൂട്ടി കുളി കഴിഞ്ഞ് വന്നു. ഇരിക്ക്, ഒരു ചെറുതൊഴിക്കട്ടെ. ഈ ബാൽക്കണിയിൽ ഇങ്ങനെ പാട്ടും കേട്ട് പൂക്കളുടെ മണമുള്ള കാറ്റും ശ്വസിച്ചിരിക്കാൻ എന്നെ ഫീലാന്നറിയോ? ഒന്ന് ഇരുന്ന് നോക്കിയേ, കഥകളൊക്കെ മണി മണി പോലെ വരും. തൽക്കാലം എനിക്ക് അത്രയും ഫീല് വേണ്ട. ഡോക്ടർ എന്തിനാ എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പെട്ടിയിൽ വെച്ച്? നാളെ കാലത്ത് പാലക്കാട്ടേക്ക് പോവാൻ. എന്തേ, എടുത്തു വെച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? വേണേല് തിരികെ എടുത്ത് കബോർഡിലേക്ക് വെക്കാം. എന്നിട്ട് പാറൂട്ടി ഒന്നുകൂടെ എടുത്തു വെച്ചോളൂ, പ്രശ്നം തീർന്നില്ലേ? ആരോട് പറയാൻ? കൈ മലർത്തിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ നോക്കി. അങ്ങനെ അങ്ങ് പോവല്ലേ. പാറൂട്ടി ഇവിടെ ഇരിക്കേ. കാഴ്ചയില്ലെങ്കിലും എനിക്കൊരു കമ്പനി തായോ. ഒന്നും പറയാതെ എതിരെയുള്ള കസേരയിലേക്ക് ചെന്നിരുന്നു. 3ാം നിലയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട്. ആ കാറ്റിന് നല്ല സുഗന്ധവും. മുന്നിലെ ഗ്ലാസ് റെയിലിംഗിലേക്ക് തല ചായച്ചു വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നും ഒഴുകി വരുന്ന മൻ മേരി ജാൻ എന്ന പാട്ട്. കണ്ണുകളടച്ച് ആ പാട്ടും കേട്ടിരുന്നു. മുന്നിൽ തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഡോക്ടർ. നോക്കി നിൽക്കെ ഡോക്ടർക്ക് ചിറകുകൾ മുളച്ചു. എന്നെയും കൈകളിൽ കോരിയെടുത്ത് ഡോക്ടർ പറക്കുന്നു. മലകൾക്കും പുഴകൾക്കും കാടുകൾക്കും മേലെ കൂടി അങ്ങനെ പറന്ന് പറന്ന് പോവുകയാ.
ഡോക്ടറുടെ തലയ്ക്ക് മേലെ തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ആ മുഖം അവ്യക്തമായി. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. മുകളിൽ നിന്നും ഒരു മിന്നൽ പതിച്ച് ഡോക്ടറുടെ ചിറകുകൾ കരിഞ്ഞു വീഴുന്നു. ഉയരെ ആകാശത്തു നിന്നും അലറി കരഞ്ഞുകൊണ്ട് രണ്ടുപേരും താഴേക്ക് പതിച്ചു. ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു. കിടക്കയിൽ കിടക്കുകയാണ് ശരീരം. മുറിക്കുള്ളിൽ ഇളനീല വെളിച്ചവും AC-യുടെ മൂളലും മാത്രം. തൊട്ടടുത്ത് തന്നെ ഡോക്ടറും കിടന്നുറങ്ങുന്നുണ്ട്. മുഖത്തെ വിയർപ്പ് തുടച്ചിട്ട് മേശപ്പുറത്തേക്ക് നോക്കി. സൂട്ട് കേസുകൾ രണ്ടും ഭദ്രമായി അവിടെ ഇരിക്കുന്നു. സ്വപ്നമായിരുന്നോ? ബാൽക്കണിയിൽ നിന്നും ഡോക്ടറാണോ എടുത്തുകൊണ്ടുവന്ന് കിടത്തിയത്? അതും സ്വപ്നമായിരുന്നോ? ദീർഘമായി ഒന്ന് നിശ്വസിച്ച ശേഷം സൈഡ് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചിട്ട് വീണ്ടും കംഫേർട്ട് വലിച്ചു പുതച്ചു. താളാത്മകമായ ശ്വാസത്തിൽ ഉയർന്നു താഴുന്ന ഡോക്ടറുടെ നെഞ്ചിൽ സ്വർണം കെട്ടിയ കാറ്റൈ മാല. വെറുതെ ആ മാല ഒന്നുയർത്തി കിലുക്കി നോക്കി. കൊള്ളാം. ഭംഗിയായി കോതി ഒതുക്കി വെക്കാറുള്ള മുടിയിഴകൾ പാറിപ്പറന്ന് കിടക്കുന്നു. നെറ്റിയിലേക്ക് വീണ് കിടന്ന ആ മുടിയിഴകളിൽ ഒന്നിൽ പിടിച്ച് മെല്ലെ വലിച്ചു നോക്കി. ഇത് മുഴുവനങ്ങ് വടിച്ചു കളഞ്ഞ എങ്ങനെയുണ്ടാകും? ഉറക്കത്തിൽ ഡോക്ടർ ഒന്ന് ഞരങ്ങി. പെട്ടെന്ന് തിരിഞ്ഞ് പുതപ്പുകൊണ്ട് തലവഴി മൂടിയിട്ട് ശബ്ദമില്ലാതെ ചിരിച്ചു. വെളുപ്പിന് മുറിയിലെ തട്ടുമുട്ടും കേട്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. കൊള്ളാം, നല്ല കണി. ഒരു ബോക്സർ മാത്രമിട്ട് മുന്നിൽ നിന്ന് തല തുവർത്തുന്ന ഡോക്ടർ. ഇങ്ങേർക്ക് നാണോ മാനൊന്നുമില്ലേ? ഒരു പെണ്ണിന്റെ മുന്നിലാ നിൽക്കുന്നേന്ന് ഒരു വിചാരവും ഇല്ല. വഷളൻ. എടി പെണ്ണേ, ആ ഉണ്ടക്കണ്ണും പിടിച്ച് സീൻ പിടിക്കാതെ എന്നിട്ട് റെഡിയാകാൻ നോക്ക്. തേഞ്ഞ്. ഓ പിന്നെ, സീൻ പിടിക്കാൻ പറ്റിയൊരു ബോഡി. ഒന്ന് പോയേ. ജാള്യത മറക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ. എന്താടി എന്റെ ബോഡിക്കൊരു കുഴപ്പം? ചോദ്യത്തോടൊപ്പം ആള് കട്ടിലേക്ക് ചാഞ്ഞു വന്നു. ഉരുണ്ടു മാറാനുള്ള അവസരം കിട്ടിയില്ല. അതിനു മുന്നേ ഡോക്ടറുടെ കൈകൾ ഉടലിനെ പൊതിഞ്ഞു കഴിഞ്ഞു. കൂട്ടുമ്പോ പിടിക്കും പോലെ. ഓ, എന്തൊരു ശക്തിയാണിതിന്! കടന്നു കയറ്റം ഇഷ്ടപ്പെടാത്ത മട്ടിൽ തുറച്ചു നോക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണുകൾ ഇടറിപ്പോയി. മിടിപ്പ് കൂടിയ ഹൃദയത്തെക്കാൾ വേഗത്തിൽ പീലികൾ പിടഞ്ഞു. താഴ്ന്നു വരുന്ന മുഖം ശരീരത്തെ ദുർബലമാക്കി. കണ്ണുകൾ ഇറുകെ പൂട്ടി ശ്വാസമടക്കി ആ കൈകളിൽ കിടക്കുമ്പോൾ അവളിൽ പല്ലുകളുടെ തണുപ്പ് പതിഞ്ഞു. കൂടെ കുഞ്ഞൊരു വേദനയും. വേദന എടുത്തപ്പോ വീര്യം തിരികെ എത്തി. ഒന്നും നോക്കിയില്ല, കൊടുത്തു നെഞ്ചി തന്നെ കണക്കിനൊരു മാന്ത്. ഭാഗ്യം, നഖം വളർത്തിയിരുന്നത് നന്നായി. ഡോക്ടറുടെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ 3 വെളുത്ത വര. നോക്കി നിൽക്കെ അതിന്റെ നിറം നേരിയ ചുവപ്പായി. എന്തോന്നടി ഇത്? ഡോക്ടർ നിന്ന് തുള്ളി. കണക്കായിപ്പോയി. എന്നെ പിടിച്ച് കടിച്ചിട്ടല്ലേ? വീമ്പ് പറയുമ്പോ ഓർത്തില്ല അങ്ങേരുടെ കൈകളിലാണ് തൂങ്ങിക്കിടക്കുന്നതെന്ന്. കിടക്കയിലേക്ക് ഇട്ടുകളഞ്ഞു ദുഷ്ടൻ. ഒപ്പം മുകളിലേക്ക് ചാടി കയറുകയും ചെയ്തു. മുഖത്തേക്ക് നോക്കി മുരളുന്നു. ഇതെന്തൊരു ജീവി! പല്ല് തേച്ചിട്ടില്ല എന്നൊരു ഒറ്റ കാരണത്താൽ നിന്നെ വിട്ട് കളഞ്ഞിരിക്കുന്നു. പോയി പല്ലെങ്കിലും തേച്ചിട്ട് പാടി. പോടാ. ഒന്നുകൂടി മാന്താൻ വിരലുകൾ മടക്കിയതും ആള് ചാടി പിടഞ്ഞു മാറി. ആ തക്കത്തിനോടി ബാത്റൂമിൽ കയറി കതകടച്ചു. കഥകിൽ ചാരി നിന്ന് കിടക്കുമ്പോ ക്ഷണിക്കാതെ ചുണ്ടിലെത്തിയ ചിരി എന്തിനായിരുന്നു എന്ന് മാത്രം മനസ്സിലായില്ല. ബാത്റൂമിൽ നിന്നും കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡോക്ടർ ഡ്രസ്സ് മാറി കഴിഞ്ഞിരുന്നു. ഒരു ഡാർക്ക് ഡെനിം ജീൻസും റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് ഷർട്ടുമാണ് വേഷം. കൊള്ളാം, ചുള്ളനായിട്ടുണ്ട്. മനസ്സിലാണ് പറഞ്ഞത്, വെറുതെ എന്തിനാ ആളുടെ കൈയുടെ കുസൃതി കൂട്ടുന്നേ? എന്താ പാറൂട്ടിയെ ഒരു വശപ്പശക് നോട്ടം? പെട്ടു. ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലേ? അതെന്തേ? എവിടെ പോയി എല്ലാം? അടിമുടി നോക്കിക്കൊണ്ട് ആള് നിരങ്ങി നിരങ്ങി അടുത്തേക്ക് വരികയാ. ഇത് ശരിയാകില്ല. ഞാൻ മാന്തിയത് വേദനിച്ചോ എന്നറിയാൻ നോക്കിയതാ. എന്തേലും ഇട്ടുകൊടുത്തില്ലേ ശരിയാകില്ലല്ലോ എന്നോർത്ത് പറഞ്ഞതാ. പെട്ടെന്ന് ആളുടെ ഭാവം മാറി. നെഞ്ചിൽ മാന്തിയ ഭാവം തടവാനും തുടങ്ങി. എന്താ വേദന എന്നറിയോ? ഭാവാഭിനയം. നെഞ്ചിൽ വെടിയേറ്റ ആള് പോലും ഇത്രയ്ക്ക് എക്സ്പ്രഷൻ ഇടൂല. എവിടെ കാണട്ടെ? ചുമ്മാ ചോദിച്ചതാ. ഉടനെ വന്നു ചോദ്യം. കാണണോ? തല കുലുക്കി. മുഖത്ത് കുസൃതി ചിരി മിന്നിയപ്പോഴേ അപകടം മണത്തു. ആള് ജീൻസിന്റെ ബെൽറ്റിലാ കൈ വെച്ചത്. അത് അഴിക്കാനുള്ള പുറപ്പാടാണെന്ന് കണ്ടതും ചീറി. അയ്യേ, ഛേ, വഷളൻ, പോ അവിടുന്ന്.
തലയിണകൾ ഒന്നിനു പുറകെ ഒന്നായി പാഞ്ഞു ചെല്ലുന്നത് കണ്ടതും ആള് വെളിയിൽ ചാടി. ഛേ, ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ പെരുമാറോ? ഇനി ചിലപ്പോ ബിസിനസ്മാനും കൂടി ചേർന്ന സങ്കരവർഗം ആയതുകൊണ്ടാവും. പാലക്കാട്ടേക്ക് പോകുമ്പോ ജീൻസും ടോപ്പും ഇട്ടാലോ എന്ന് ചിന്തിച്ചെങ്കിലും അവിടെ മുത്തച്ഛനും അമ്മമ്മയും ഉള്ളതല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ചുരിദാറാക്കി. ഇളം മെറൂൺ കളറിലുള്ള ഒരു ചുരിദാറും പാൻറ്റും ഇട്ട് മുടി ഹെയർ ഡ്രയർ കൊണ്ട് ഉണക്കുന്നതിനിടയിൽ താഴെ ഹാളിൽ നിന്നും അനുവിന്റെയും അതോടൊപ്പം കുഞ്ഞിയുടെയും ശബ്ദം കേട്ടതുപോലെ. താഴെ നിന്നാൽ ഇങ്ങ് 3-ാം നിലയിൽ വരെ കേൾക്കാൻ പറ്റും രണ്ടിന്റെയും ശബ്ദം. വോളിയം അല്പം കൂടുതലുള്ള മോഡലുകളാണേ. മുടി എളുപ്പത്തിലൊന്ന് ചീക്കി ഒതുക്കിയിട്ട് മുകളിലേക്ക് വലിച്ച് ഒരു ഹെയർ ബാൻഡും ഇട്ട ശേഷം വേഗത്തിൽ താഴേക്ക് ഇറങ്ങി. താഴെ ഹാളിൽ കുഞ്ഞിയും കൂടെ അച്ഛനും. തൊട്ടടുത്ത് തന്നെ നിന്ന് ഡോക്ടർ മരുമകൻ അമ്മായിയച്ഛനെ നക്കി തോർത്തുന്നുണ്ട്. ഇവിടുത്തെ ഗോപിയച്ഛനും അമ്മയും അടുത്തു തന്നെ നിൽക്കുന്നു. പടികൾ ഇറങ്ങി വരുന്ന തന്നെ കണ്ടതും ഡോക്ടറുടെ മുഖത്ത് എങ്ങനെയുണ്ട് എന്നൊരു ഭാവം. മോളെ, പാലക്കാട്ടേക്ക് ഞങ്ങളും വരണമെന്ന് മോൻ ഒരേ നിർബന്ധം. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അച്ഛൻ പറഞ്ഞത് കേട്ട് ഡോക്ടറെ നോക്കുമ്പോ ആ മുഖത്ത് 100 വാട്ടിന്റെ ഒരു ബൾബ് കത്തിച്ചു വെച്ചിരിക്കുകയാ. ആ, എന്താ ഒരു ഇളി? ചേച്ചി. കുഞ്ഞ് വന്ന് കയ്യിൽ പിടിച്ചു. ചേച്ചിയോട് പറയണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞതുകൊണ്ടാ. അവൾ ക്ഷമാപണത്തോടെ നോക്കി. സാരമില്ലെന്ന മട്ടിൽ അവളുടെ മുടിയിൽ തലോടുമ്പോഴും ഡോക്ടറുടെ മുഖത്തെ ബൾബ് കെട്ടിയിരുന്നില്ല. നിങ്ങൾ എങ്ങനെ എത്തിയേ? ഏട്ടൻ കാലത്തെ വണ്ടി വിട്ടിരുന്നു. അതും നോം തന്നെ എന്ന മട്ടിൽ വിനീതനായി തലയും കുമ്പിട്ട് നിൽപ്പുണ്ട് ഡോക്ടർ. സത്യം പറഞ്ഞ ഒരു മാന്തുകൂടി വെച്ച് കൊടുക്കാൻ തോന്നി. എത്ര അടക്കാൻ ശ്രമിച്ചിട്ടും സന്തോഷം മുഖത്ത് ചിരിയെ തെളിയുകയാ. അച്ഛനും കുഞ്ഞിയും ഒന്നും ഇന്നേ വരെ ഇതുപോലൊരു യാത്ര ചെയ്തിട്ടില്ല. അതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നതാ സത്യം. പുറത്ത് വെളിച്ചം വീണ് വരുന്നതേയുള്ളൂ. ബാഗുകളെല്ലാം രാമേട്ടനും ദാസേട്ടനും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ എസ്-യുടെ ഡ്രൈവർ സീറ്റിലേക്ക് ഗോപിയച്ഛനാ കയറിയത്. അച്ഛൻ കോ ഡ്രൈവർ സീറ്റിലേക്കും കയറിയിരുന്നു. പിന്നിലെ സീറ്റിലേക്ക് അമ്മയും കുഞ്ഞിയും അനുവും കൂടി കയറി. ഏറ്റവും പിന്നിലെ സീറ്റിൽ ഒരുമിച്ചിരിക്കാനായിരിക്കും ഡോക്ടർ മാറി നിൽക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാ വണ്ടിക്കരികിലേക്ക് ചെന്നത്. ഹലോ, എവിടേക്കാ പാറൂട്ടിയെ പോകുന്നേ? പിന്നിൽ നിന്നും ഡോക്ടറുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു നിന്ന് പുരികങ്ങൾ ഉയർത്തി. അവര് വേ, നമ്മൾ റേ, വാ. ഡോക്ടർ വിളിച്ചത് കേട്ട് കൂടെ ചെല്ലുമ്പോഴേക്കും SUV സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. ഗേറ്റ് കടന്നു പോകുന്ന വണ്ടിയിൽ നിന്നും കൈകൾ പുറത്തേക്ക് നീണ്ട് ടാറ്റ തന്നു. വീശിക്കാട്ടുന്ന കൈകളെയും നോക്കി തിരിച്ച് കൈകൾ വീശി നിൽക്കുമ്പോൾ തൊട്ടടുത്തൊരു മുരൾച്ച. തിരിഞ്ഞു നോക്കിയ കണ്ണുകൾ വിടർന്നു പോയി. ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോബ്. അവനങ്ങനെ തല ഉയർത്തി നിന്ന് മുരളുകയാ. വരുന്നില്ലേ? മുന്നിലിരുന്ന് ഇളിച്ചുകൊണ്ട് ഡോക്ടറുടെ ചോദ്യം. രാമേട്ടൻ അപ്പോഴേക്കും ഒരു ജാക്കറ്റും ഹെൽമറ്റും കൊണ്ടുവന്ന് നീട്ടി. ജാക്കറ്റ് വാങ്ങി ധരിച്ച ശേഷം ഹെൽമറ്റും വെച്ചിട്ട് ഡോക്ടറുടെ പുറകിലേക്ക് കയറിയിരുന്നു. അവനൊന്ന് മുരണ്ടിട്ട് മുന്നിലേക്ക് കുതിച്ചു നിന്നു. അറിയാതെ ഡോക്ടറെ വട്ടം ചുറ്റി പിടിച്ചുപോയി. ഉദ്ദേശം നടന്നതുപോലെ തലയാട്ടിക്കൊണ്ട് ആള് ബൈക്ക് മുന്നോട്ടെടുത്തു. പോകുന്ന വഴി തൃശൂർ ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് യാത്ര തുടർന്നത്. ബൈക്ക് യാത്ര എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷം മനസ്സിൽ നിറഞ്ഞിരുന്നു. അല്പം പുറകോട്ട് മാറിയിരുന്നാൽ ഉടനെയുള്ള ഡോക്ടറുടെ ബ്രേക്കിടൽ മാത്രമാണ് ഒരു പ്രശ്നമായി തോന്നിയത്. പുറകിലേക്ക് നീങ്ങിയിരുന്നാൽ അവിടെ എത്തുന്നതുവരെയും ആ അഭ്യാസം തുടരുമെന്ന് മനസ്സിലായതും ചേർന്നിരുന്ന് വട്ടം പിടിച്ചു. അതോടെ യാത്ര മര്യാദക്കായി. 9 മണിയോടെ പാലക്കാട് ഹൈവേയിലെത്തിയ ബൈക്ക് അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു. അല്പം കൂടി മുന്നോട്ട് പോയതും ഇരുവശത്തും നെൽപ്പാടങ്ങൾ മാത്രം. അങ്ങകലെയായി തല ഉയർത്തി നിൽക്കുന്ന സഹ്യനും വീശിയടിക്കുന്ന തണുത്ത കാറ്റും. മനസ്സ് ഉന്മാദത്താൽ നിറയുകയാണ്. കൈകൾ ഇരുവശത്തേക്കും വീശിപ്പിടിച്ച് ആ തണുത്ത കാറ്റിനെ ആസ്വദിച്ചു. എന്താ പാറൂട്ടിയെ, ഉറക്കെ ഒന്ന് കൂവി വിളിക്കാൻ തോന്നുന്നുണ്ടോ? തലയൽപ്പം ചരിച്ചുള്ള ചോദ്യം കേട്ട് കണ്ണുകൾ മിഴിഞ്ഞു. ഇങ്ങേർക്കിത് മൈൻഡ് റീഡിങ്ങും വശമുണ്ടോ? ഒട്ടും അടിക്കണ്ട, ചുമ്മാ അങ്ങ് കൂവിക്കോ. ഇതൊക്കെ നമ്മുടെ ഏരിയ അല്ലേ. പിന്നെ ഒട്ടും മടിച്ചില്ല. കൈകൾ ഇരുവശത്തേക്കും ഒന്നുകൂടി വീശി ഉറക്കെ കൂവി. അല്പം പിന്നിലായി ഒരു ഹോണടി. SUV പുറകിൽ തന്നെ ഉണ്ടെന്ന് ബോധം വന്നതും ഡോക്ടറുടെ പിന്നിലേക്ക് ചൂളിക്കൂടി. ബിസിനസ്സുകാരൻ കുലുങ്ങിച്ചിരിക്കുകയാണെന്ന് ശരീരത്തിന് ഇളക്കത്തിൽ നിന്നും മനസ്സിലായി. ഇടയ്ക്ക് കിട്ടാറുള്ളത് പോലെ തിരിച്ചൊരു പിച്ച് കൊടുത്താലോ എന്ന് ഓർത്തെങ്കിലും ബൈക്കിൽ നിന്നെങ്ങാനും തള്ളി താഴെയിട്ടാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ച് മര്യാദക്കാരിയായിരുന്നു.
മുന്നോട്ട് പോകുന്തോറും സഹ്യൻ കണ്ണുകൾക്ക് മുന്നിൽ വലിപ്പം വെച്ചു വന്നു. തണുപ്പും കൂടി. ടാർട്ട റോഡിൽ നിന്നും വണ്ടി ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീതിയേറിയ പാതയുടെ ഇരുവശത്തും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ മാത്രം. കുറച്ചു ദൂരെയായി ആരോ ക്യാൻവാസിൽ വരച്ചു വെച്ച മനോഹരമായൊരു ചിത്രം പോലെ സഹ്യന്റെ താഴെ നെൽപ്പാടത്തിന് നടുവിലായി ഒരു മാളിക. ദാ കാണുന്നതാണ് നമ്മുടെ തറവാട്, ഗോകുലം. ഡോക്ടറുടെ തോളിന് മുകളിൽ കൂടി കൗതുകത്തോടെ മുന്നോട്ട് നോക്കുമ്പോഴേക്കും SUV ഹോൺ അടിച്ചുകൊണ്ട് ഞങ്ങളെയും കടന്ന് മുന്നോട്ട് പോയിരുന്നു. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.